ദൈവത്തിൻ്റെ സ്നേഹം ഓരോരുത്തർക്കും അതിശയമായി മാറുന്നത് എപ്പോഴാണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ച ആ സ്നേഹമാണ് അതിശയമായി നമുക്ക് തോന്നുന്നത്. മറ്റാർക്കും തരാൻ കഴിയാത്ത സ്നേഹത്തെ നമുക്ക് നൽകിയ ആ നല്ല ദൈവത്തെ പാടി സ്തുതിക്കുന്നത് ജീവിതത്തിൽ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവനെ സ്തുതിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അല്പനിമിഷം കൂടി നമുക്ക് ദൈവസന്നിധിയിൽ ചില ദൈവവചനവുമായി നമുക്ക് അടുത്തു വരാം. പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. 9-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ പീഡിതന് ഒരഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. എന്നും ഈ ലോകത്ത് പീഡ അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ നിലയിലും അവർ ദുരിതത്തിൽ കൂടി കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ കഷ്ടകാലത്ത് ദൈവം ഒരിക്കലും പീഡിതരെ ഉപേക്ഷിച്ച് കളയുന്നില്ല. ഈ ലോകത്ത് ആരും അവർക്കൊരു അഭയസ്ഥാനം കൊടുക്കാതിരിക്കുമ്പോൾ ദൈവം അവർക്കെന്നും അഭയസ്ഥാനമാണ്. എത്രയെത്ര പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളാണ് വിവിധ ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ടവരായി നമ്മുടെ കൺമുന്നിൽ കൂടി കടന്നു പോകും. ഇന്നും അനേകര് ഈ ലോകം ഇത്ര പുരോഗമിച്ചിട്ടും സമ്പന്നരായ ജനം വർദ്ധിച്ചിട്ടും സാമ്പത്തികമായി ജനം വളർന്നിട്ടും പീഡിപ്പിക്കപ്പെടുന്ന ജനത്തിന് ഒരു കുറവുമില്ല. കാരണം അവർക്ക് വേണ്ടി വാദിക്കുവാൻ, അവർക്ക് വേണ്ടി തുണ നിൽക്കുവാൻ, അവരെ സഹായിപ്പാൻ ഈ ലോകത്തുള്ള ഒരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ്. ഉണ്ടായിരുന്നുവെങ്കിൽ അവരൊന്നും ഇന്നും ഈ പീഡ അനുഭവിക്കേണ്ടതായി വരില്ല. അതിൽ ഒരു ഭാഗമാണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളതായ വിഭാഗം. അവർക്കിന്നും ആഹാരത്തിന് വകയില്ല, കയറിക്കിടക്കുവാൻ വീടില്ല, പോളിത്തീൻ ഷീറ്റുകളുടെ അടിയിൽ അന്തി ഉറങ്ങുന്ന എത്രയോ തെരുവോരങ്ങളിലെ ബക്കറ്റുകളിൽ നിന്ന്, വേസ്റ്റ് ബക്കറ്റുകളിൽ നിന്ന് വേസ്റ്റ് വാരി തിന്ന എത്രയെത്ര വ്യക്തികൾ. അങ്ങനെ നീണ്ടുപോകുന്ന ഒരു വലിയ നിരയെ നമുക്ക് കാണാൻ കഴിയും. ഭവനരഹിതരായിട്ടുള്ളവർക്ക് വേണ്ടി അനേകര് വ്യക്തിപരമായും സംഘടനകളായും ഗവൺമെന്റും അവരുടെ കഴിവിനനുസരിച്ച് പരിശ്രമിച്ചിട്ടും ഇന്നും ഭവനരഹിതരായിട്ടുള്ള എത്ര പേരെ നമുക്ക് കാണാൻ കഴിയും. തലമുറകളെ വിവാഹം കഴിച്ച് വിടാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത എത്രയെത്ര കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ. അങ്ങനെ നീണ്ടുപോകുന്ന ഒരു വലിയ നിര നമ്മുടെ കൺമുന്നിൽ ഉണ്ട്. എന്നാൽ അവർ തിരിച്ചറിയാതെ പോകുന്നു. ഈ പീഡിപ്പിക്കപ്പെടുന്ന ജനത്തിന് അവരുടെ ഈ കഷ്ടകാല സമയത്ത് ആരും അഭയമില്ല എന്നവർ വിചാരിക്കുന്നതാണ് അവരുടെ ജീവിതത്തിലെ പരാജയം. തിരിച്ചറിയുക, ദൈവം അവർക്കൊരഭയസ്ഥാനമാണ്. അവർക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യുവാൻ സർവശക്തനാണ്. എന്നാൽ ആവശ്യത്തോടെ ആരും അവനെ അന്വേഷിക്കുന്നില്ല, അവൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല. ഈ ലോകത്തുള്ളതായ സംവിധാനങ്ങളിൽ, സംഘടനകളിൽ അവർ ആശ്രയം വയ്ക്കുന്നത് കൊണ്ടാണ് അവർക്ക് പലപ്പോഴും ഒന്നും ലഭിക്കാതെ പോകുന്നത്. ഇവിടെ വചനം പറയുന്നു, യഹോവ പീഡിതന് ഒരഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദരിദ്രനെ എന്നേക്കും ദൈവം മറന്നു പോകുന്നില്ല. ഈ ലോകത്ത് പലരും അവരെ കണ്ടിട്ടും കാണാത്തവരെ പോലെ മറന്നു പോകുമ്പോൾ യഹോവ ഒരിക്കലും അവരെ മറന്നു പോകുന്നില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല. പക്ഷെ ആ സാധുക്കൾക്ക് യാതൊരു രീതിയിലുള്ള പ്രത്യാശയുമില്ല. കാരണം അവരായിരിക്കുന്ന രാജ്യത്തിൻ്റെ അവസ്ഥകൾ
അവിടുത്തെ ഭരണാധികാരികളുടെ അവസ്ഥകൾ, അവർക്ക് ചുറ്റിനും നിൽക്കുന്നതായ സമൂഹത്തിൻ്റെ സ്വാർത്ഥത നിറഞ്ഞതായ പെരുമാറ്റങ്ങൾ അവരെ ഒരു രീതിയിലും സഹായിക്കുന്നില്ല. അവരുടെ പ്രത്യാശയ്ക്കൊരിക്കലും പൂർത്തി വരുന്നില്ല. എന്നാൽ അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രിയിലെങ്കിലും ഈ പാവങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു എങ്കിൽ തീർച്ചയായും അവർക്ക് സന്തോഷിക്കുവാനുള്ള വകയുണ്ട്. 12-ാം വാക്യത്തിൻ്റെ പകുതി മുതൽ ഇങ്ങനെ വായിക്കുന്നു: എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നില്ല. യഹോവേ, കരുണയുണ്ടാകണമേ, മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ രക്ഷയായി വരുന്ന ഒരു ദൈവമുണ്ട്. 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം: നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. ആ ദൈവിക സന്തോഷം അനുഭവിക്കാതെ ഇന്നും പീഡിതരായി കഴിയുന്ന ഓരോ വ്യക്തികളോടും ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആ രക്ഷയിൽ സന്തോഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയേണ്ടതിന്, ദൈവം നിങ്ങൾക്ക് ഒരു അഭയസ്ഥാനമായി തീരേണ്ടതിന്, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കേണ്ടതിന് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കുക, അവൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും വർണ്ണിക്കുക. തീർച്ചയായും അവനിൽ സന്തോഷിച്ച് ഉല്ലസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങൾ നിരാശപ്പെടരുത്. ആരുമില്ല എന്നും ഒന്നുമില്ല എന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത ഒരു ദൈവമുണ്ട്. സകല മനുഷ്യരെയും അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിച്ച് അവർക്ക് നന്മയും കരുണയും അവരുടെ ആയുഷ്കാലമൊക്കെയും നൽകി ഈ ലോകത്ത് അവർക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠകരമായ സ്വർഗീയ ദാനങ്ങളെ നൽകി, ദൈവരാജ്യത്തെ നൽകി, ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുവാനുള്ള അവകാശം നൽകി മാനിക്കുവാൻ ഒരു ദൈവമുണ്ടെന്നുള്ളതായ കാര്യം ഇന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ആ ദൈവിക രക്ഷയ്ക്കായി, ആ രക്ഷയുടെ സന്തോഷം നിങ്ങൾ അനുഭവിക്കേണ്ടതിനായി ഈ ലോകത്ത് മറ്റൊരിടമില്ല ദൈവത്തിൻ്റെ സന്നിധിയല്ലാതെ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. നമ്മുടെ പ്രാർത്ഥന കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാത് മന്ദമായിട്ടില്ല. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കരം കുറുതായിട്ടില്ല. അവൻ്റെ വാക്കുവോ എങ്കിൽ ഉവ്വോ എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നുമാണ്. അവൻ നിങ്ങൾക്കൊരഭയസ്ഥാനമായിരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു. തീർച്ചയായും ഇന്ന് രാത്രി ആ ദൈവികമായ വിടുതലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറകളിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ജോലി സ്ഥാനങ്ങളിൽ, നിങ്ങളുടെ വരുമാനങ്ങളിൽ, നിങ്ങൾക്കുള്ള എല്ലാറ്റിലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അതിനായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. രാത്രിയിൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം. നിങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല ദൈവം, തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവം ഞങ്ങൾക്ക് ഒരഭയസ്ഥാനമാണ്. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ അവർ ആ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന്, ആ പീഡിതർക്ക് വേണ്ടി, നരകയാതന അനുഭവിക്കുന്നവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി അങ്ങ് രാത്രിയിൽ പ്രവർത്തിക്കണം. ഇവിടുന്ന് ശക്തമായി വിടുതലയക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം അനുഗ്രഹിക്കട്ടെ.